ഹായ് വെൽക്കം ടു 25th ഡേ ഓഫ് വെയിറ്റ് ലോസ് ചാലഞ്ച്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ഉണ്ട് കേട്ടോ. അടിപൊളി ഷവർമ്മയുടെ റെസിപ്പി ഉണ്ട്, അത് കാണണം കേട്ടോ. മോർണിംഗിൽ ഡീറ്റോക്സിങ് എടുത്തതിന് ശേഷം ഞാനൊരു അവക്കാഡോ ഷേക്കാണ് കേട്ടോ എടുത്തത്. അവക്കാഡോ ഒരുപാട് ഹെൽപ്പ് ചെയ്യും വെയിറ്റ് ലോസിന്. അത് ഹൈ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ്. നമുക്കിത് സലാഡായിട്ടും ഷേക്കായിട്ടും സ്മൂത്തി ആയിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക്. അപ്പോൾ അത് അവക്കാഡോ എടുത്തു, അതിലോട്ട് 1 ടീസ്പൂൺ ഹണിയാണ് ഒഴിച്ചത്. മധുരം വേണ്ടാത്തവർക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ അടിക്കുക കേട്ടോ. അപ്പോൾ പാല് ഒന്നെങ്കിൽ സ്കിംഡ് മിൽക്കോ അല്ലെങ്കിൽ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്കോ എടുക്കാം. ഞാൻ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് അവിടെ തിക്കായിട്ടുള്ള നല്ല സൂപ്പർ അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ പിന്നെ വീട്ടിൽ ചോറ് ഉണ്ടാക്കിയത് അതാണ് കഴിച്ചത്. അത് 1 സ്പൂണ് ചോറ് 1 സ്പൂൺ എന്ന് പറയുമ്പോൾ 100 ഗ്രാമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫിഷ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തത്, ചെറുതായിട്ടുള്ള ഓയിൽ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തത്, പിന്നെ ക്യാബേജ് ഉപ്പേരിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫിഷ് കറി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കാർബായിട്ട് ചോറും പ്രോട്ടീനായിട്ട് ഫിഷും പിന്നെ ക്യാബേജ് വെജീസ് ആയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഉച്ചക്കത്തെ മീല്. ഇനി ഞാൻ ഈവനിങ്ങിൽ ഒരു അടിപൊളി ഷവർമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ബ്രസ്റ്റ് പീസ് എടുക്കുക ചിക്കൻ്റെ, അത് നേരിയതാക്കി കട്ട് ചെയ്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് ഡ്രൈഡ് പാസ്ലി ലീഫാണ് കേട്ടോ. അത് എൻ്റെ അടുത്തുണ്ടായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്തു. അത് ഇല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതാ ചില്ലി ഫ്ലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ക്യുമിൻ പൊടിച്ചത്, ക്യുമിൻ എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം പൊടിച്ചതും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ഓണിയൻ പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാർലിക് പൗഡർ ഇല്ലാത്തവർ ഗാർലിക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കും, പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓണിയൻ പൗഡർ ഓപ്ഷണലാണ്. അതിനുശേഷം ഞാനിതാ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ടൊമാറ്റോ പേസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ പാക്കറ്റായിട്ട് ടൊമാറ്റോ പേസ്റ്റ് കിട്ടും, അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇങ്ങനെ പേസ്റ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടൊമാറ്റോ ഒന്ന് വേവിച്ചിട്ട് അത് ഒന്ന് അരച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതാ ഇവിടെ ലെമൺ ജ്യൂസും ഒരു പൊളി ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഈ മസാലക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ അത് ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കണം കേട്ടോ. അങ്ങനെ അവിടെ ചിക്കൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ആട്ടപ്പൊടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് പച്ചവെള്ളത്തിലാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതും റെഡിയാക്കിയതിന് ശേഷം അതും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ബൗളിൽ തന്നെ ആക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തത് ഞാൻ ഷവർമ്മക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ എടുത്ത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ക്യാരറ്റാണ് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. ഇവിടെ ക്യാരറ്റ് ഞാൻ നീളത്തിലാണ് കേട്ടോ അരിയാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം നീളത്തിൽ ക്യാരറ്റ് ഞാനിവിടെ അരിഞ്ഞു വെച്ച് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓണിയൻ നീളത്തിലൊന്ന് അരിഞ്ഞ് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലെറ്റസ് ആണ് അരിഞ്ഞു വെക്കുന്നത് കേട്ടോ. ലെറ്റസും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ലെറ്റസും അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ചൊന്ന് ഉപ്പിലിട്ട മുളക് ഉണ്ടായിരുന്നു, അതും ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് കുട്ടികൾക്കെല്ലാം വലിയവർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അത് ഇടയ്ക്കൊരു ഇതുപോലെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിതാ പാനിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. ഒലിവ് ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. നമ്മൾ ഡയറ്റിൻ്റെ ഫുഡ് ചെയ്യുമ്പോഴൊക്കെ ഒലിവ് ഓയിലിൽ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാനിതാ ഒലിവ് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. വല്ലാണ്ട് ഫ്രൈ ആവേണ്ട, ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ഏതായാലും ഇട്ട് കഴിഞ്ഞു, അതവിടെ ഇന്നൊന്നും കുക്കാവട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ ചപ്പാത്തി പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പരത്താണ്. ഒരു നീളത്തിൽ കുറച്ച് വലിയ ചപ്പാത്തിയായിട്ട് ഷവർമ്മക്ക് പറ്റിയ വലിയ ചപ്പാത്തിയായിട്ട് പരത്തിയെടുക്കാൻ നോക്കാം.
അങ്ങനെ ചപ്പാത്തിയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് പരത്തി എടുത്ത് വെക്കാം. ചപ്പാത്തി ചുടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായി എന്നുള്ളത് നോക്കാം. ഇതാ ചിക്കന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ നമുക്ക് ഒന്ന് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്ത് അതങ്ങോട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഓരോരോ ചപ്പാത്തിയായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ചപ്പാത്തി ഇതാ ഒറ്റ പൊന്തലായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതാ ഹമൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹമൂസ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹമൂസിൻ്റെ റെസിപ്പി വേണ്ടവർ ഞാൻ അതിൻ്റെ റെസിപ്പിയുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഹമൂസൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ ഹമൂസ് കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണം. ഹമൂസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് തണക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതാ ഈ കാണുന്നത് മയോണൈസും യോഗേർട്ടും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല, സ്റ്റോറേജ് ഫുള്ളായിട്ട് അത് കട്ടായിപ്പോയി. അപ്പോൾ അത് യോഗേർട്ടും മയോണൈസും കൂടി മിക്സ് ചെയ്തതാണ്. മയോണൈസ് ഒലിവ് ഓയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിലോട്ട് ഞാൻ കുറച്ച് കെച്ചപ്പും ഹോട്ട് സോസും ആണ് ഇട്ട് കൊടുത്തത്. അത് കുറച്ച് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒലിവ് ഓയിൽ കൊണ്ടാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയത്, പ്ലസ് യോഗേർട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ മാറ്റി വെച്ചു. അതിനുശേഷം ഞാനിനി വെജിറ്റബിൾ ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒക്കെ എടുക്കുക. ഞാനത് 3/4 ഭാഗം എടുത്തിട്ടുണ്ട്, ബാക്കി ആവശ്യത്തിനനുസരിച്ച് എടുക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിലോട്ട് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ, മയോണൈസും യോഗേർട്ടും കെച്ചപ്പും ഹോട്ട് സോസും കൂടി ചേർത്ത് അതുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഒരു ജ്യൂസി ലെവലിൽ ആയി കിട്ടും ഇത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടെ മയോണൈസും കുറച്ച് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇടാന്നുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടെടുത്തു കേട്ടോ. അങ്ങനെ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഹമൂസ് ഫ്രിഡ്ജിലായിരുന്നു ഉണ്ടായിരുന്നത്, പിൻ റാപ്പ് ചെയ്തിട്ട് അതും റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഷവർമ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി എടുത്തു. അതിൻ്റെ മുകളിലോട്ട് ഹമൂസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾ ചിക്കൻ മിക്സ് അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. പിന്നെ നമ്മളെടുത്ത് വല്ല സാൻഡ്വിച്ച് റാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് റാപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമ്മളെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ ഷവർമ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ഷവർമയും ഒന്ന് റാപ്പ് ചെയ്തിട്ടെടുത്തു. ഇതാ നമ്മുടെ ഷവർമാസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ജ്യൂസി ആയിട്ടുള്ള ഷവർമയാണ് കേട്ടോ. ഇരുന്നു എൻ്റെ ഇന്നത്തെ ഡിന്നർ. ഒരു ഷവർമ എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഷവർമ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയി കാണാം. ബൈ.